നമസ്കാരം. ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിച്ചില്ലെങ്കിൽ വലിയ വില തന്നെയാണ് നൽകേണ്ടി വരുന്നത്. ഇറാൻ ഇനി പിന്നോട്ട് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാകില്ല. അമേരിക്കയുടെ ഭീഷണിയാണ്. വളരെ നിർണായകമായ ഒരു ചർച്ച തന്നെയാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു ചർച്ചയ്ക്ക് പിന്നാലെ തന്നെ ഒരു വലിയ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു അമേരിക്ക. ചൈനയും അതുപോലെ മറ്റു രാജ്യങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്ക മുന്നോട്ട് പോകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? അതിൽ ഇന്ത്യയെ സംബന്ധിച്ച് നേട്ടം കൊയ്യുന്നത് മറ്റൊരു മേഖലയിലും. ആണവ പദ്ധതി ഉപേക്ഷിച്ചില്ലെങ്കിൽ അമേരിക്ക വലിയ തോതിൽ തന്നെ ഇറാന് നേർക്ക് തിരിച്ചടി നൽകുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം ഒമാനിൽ ഇറാൻ ചർച്ചകൾ നടക്കാനിരിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ട്രംപിന്റെ പ്രസ് സെക്രട്ടറി ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയത്. ഇറാനെ ഒരിക്കലും ആണവായുധം കൈവശം വയ്ക്കാൻ ഒരു കാലത്തും അമേരിക്ക അനുവദിക്കില്ല. അതിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നാണ് ട്രംപിന്റെ വക്താക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇറാൻ ഒരു സന്തുഷ്ട രാജ്യമാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ആണവായുധം കൈവശം വയ്ക്കാൻ കഴിയത്തില്ല. അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫാണ് ഒമാനിൽ വെച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയെ കാണുന്നതിന് മുന്നോടിയായി മാധ്യമപ്രവർത്തകരോട് ട്രംപ് പറഞ്ഞത്. ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നത് തടയുക എന്നുള്ളതാണ് ട്രംപിന്റെ പ്രഥമ പരിഗണന. നയതന്ത്രപരമായ പ്രമേയത്തെയാണ് പ്രസിഡന്റ് പിന്തുണയ്ക്കുന്നത്. അതനുസരിച്ചുകൊണ്ട് ഇറാന് മുന്നോട്ട് വരണം. ഇറാൻ മുന്നോട്ട് വന്നില്ല എങ്കിൽ ഇറാനെ എങ്ങനെ മുന്നോട്ട് വരുത്തണമെന്നുള്ളത് ട്രംപിനറിയാം. നയതന്ത്രം പരാജയപ്പെട്ടാൽ കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ നിന്നും ഒരു കാരണവശാലും വിട്ടു നിൽക്കില്ലെന്നും അതിന് ട്രംപ് തയ്യാറാണെന്നുമാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് പറഞ്ഞിരിക്കുന്നത്. ആണവ പദ്ധതി പ്രശ്നത്തിൽ ട്രംപ് ഭരണകൂടം ഇറാനുമായി നടത്തുന്ന ആദ്യ ഉന്നതതല ചർച്ചയാണ് കഴിഞ്ഞ ദിവസം ഒമാനിൽ സംഭവിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ആണവായുധം സ്വന്തമാക്കാൻ ഇറാനെ ഒരിക്കലും അനുവദിക്കില്ല. അതിനുള്ള ഒരു ചിന്ത പോലും ഇറാന്റെ മനസ്സിൽ പോലും ഉണ്ടാകാൻ പാടുള്ളതല്ല. അതുകൊണ്ട് ആണവ പദ്ധതി ഉപേക്ഷിച്ച് പിന്നോട്ട് പോകണമെന്നാണ് അമേരിക്കൻ നിലപാട്. ചർച്ചയിൽ പ്രധാനമായും ഈ വിഷയം തന്നെയാണ് സ്റ്റീവ് വിറ്റ്കോഫ് ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ അമേരിക്കയുമായി തുറന്ന മനസ്സോടെയുള്ള ചർച്ച തങ്ങൾ ആഗ്രഹിക്കുന്നെന്നും ആണവായുധ നിർമ്മാണത്തോട് ശക്തമായ എതിർപ്പാണുള്ളതെന്നും ഇറാൻ നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഭീഷണിയും അടിച്ചേൽപ്പിക്കലും ഈ രീതിയിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചർച്ച എങ്ങും എത്തില്ല. അങ്ങനെയുള്ള ചർച്ചകളെ ഒരു കാലത്തും അംഗീകരിക്കില്ലെന്നും ഇറാൻ വക്താവ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറുഭാഗത്താകട്ടെ അമേരിക്ക ലോകരാജ്യങ്ങളോട് തന്നെ പടപൊരുതുകയാണ്. പ്രത്യേകിച്ച് ചൈനയുമായി നേർക്കുനേർ ഏറ്റുമുട്ടൽ. സ്മാർട്ട് ഫോൺ, കമ്പ്യൂട്ടർ തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഇറക്കുമതികളെ പകരച്ചുങ്ക പരിധിയിൽ നിന്നും ഒഴിവാക്കുന്ന ഒരു നടപടിയിലേക്ക് ഏറ്റവും ഒടുവിൽ ട്രംപ് കടന്നുപോകേണ്ടി വന്നിരിക്കുന്നു. ചൈനീസ് ഇറക്കുമതികൾക്കും ഇളവ് ബാധകമാണ്. ട്രംപിന്റെ തീവ്ര പ്രഖ്യാപനത്തിന് പിറകെ തന്നെ ടെക് കമ്പനികൾ വലിയ ആശങ്കയാണ് അമേരിക്കയോട് പങ്കുവച്ചത്. സെമി കണ്ടക്ടേഴ്സ്, സോളാർ സെൽ, മെമ്മറി കാർഡ് തുടങ്ങിയവയൊക്കെ തന്നെ പകരച്ചുങ്ക പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ചൈനയ്ക്ക് മേലാകട്ടെ 145% പകരച്ചുങ്കമാണ് അമേരിക്ക ചുമത്തിയത്. ഇന്ത്യ അടക്കം മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ പകരച്ചുങ്കം നിലവിൽ 90 ദിവസത്തേക്ക് മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ 10% അടിസ്ഥാന തീരുവ ഈ രാജ്യങ്ങൾക്ക് ബാധകമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സ്പേസ് ഏജൻസി ആയിട്ടുള്ള നാസയ്ക്കുള്ള ബഡ്ജറ്റ് വെട്ടിക്കുറയ്ക്കാനും ട്രംപിന് പദ്ധതിയുണ്ടെന്നാണ് റിപ്പോർട്ടുകളിലൂടെ കരുതുന്നത്. 2026 മൊത്തത്തിലുള്ള ബജറ്റിൽ 20% കുറവ് വരുത്താൻ ഒരു വലിയ സാധ്യത കാണുന്നുണ്ട്. നാസയുടെ ശാസ്ത്ര വിഭാഗത്തിനുള്ള ഫണ്ടിൽ 50% കുറവായിരിക്കും ഒരുപക്ഷെ സംഭവിക്കാൻ പോകുന്നത്. അതേക്കുറിച്ചുള്ള ചില സൂചനകൾ ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. ഇങ്ങനെ ഒരു തീരുമാനം നടപ്പിലാക്കപ്പെട്ടാൽ നാസയുടെ പ്രധാനപ്പെട്ട പല ഗവേഷണ പദ്ധതികളും തടസ്സപ്പെട്ടേക്കും. നാസയുടെ മൊത്തം ബജറ്റ് $25 ബില്യൺ. അതിൽ $5 ബില്യൺ കുറവ് വരുത്തേണ്ടതുണ്ടെന്നാണ് നിർദ്ദേശത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാവുന്നതാണ്. നാസയുടെ ആസ്ട്രോഫിസിക്സ് ഡിവിഷന്റെ $1.5 ബില്യൺ ഫണ്ട് 487 മില്യനായി ചുരുങ്ങും. സോളാർ സയൻസ് ഡിവിഷന് 60%, എയർ സയൻസിന് 50%, പ്ലാനറ്ററി സയൻസിന് 30% ഫണ്ട് വെട്ടിച്ചുരുക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. ജെയിംസ് വെബ്, ഹബിൾ സ്പേസ് ടെലസ്കോപ്പുകൾക്കുള്ള ഫണ്ടിലൊന്നും തന്നെ മാറ്റമില്ല. എന്നാൽ വിദൂര ഗാലക്സികളുടെ ഇൻഫ്രാറെഡ് സർവേക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള നാൻസി ഗ്രേ ഡ്രോമൻ സ്പേസ് ടെലസ്കോപ്പിന് ഫണ്ടേ കൊടുക്കുന്നില്ല. 2027 ഇതിന്റെ വിക്ഷേപണം അടക്കം നിശ്ചയിച്ചിരിക്കുന്നത്. അത് എങ്ങനെയാകുമെന്നുള്ള കാര്യത്തിൽ ഏറെ അങ്കലാപ്പ് പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. ബജറ്റ് നടപ്പിലാക്കിയാൽ മെരിലാൻഡിലുള്ള നാസയുടെ ഗോഡാർഡ് സ്പേസ് ഫ്ലൈറ്റ് സെന്ററിലെ മുഴുവൻ ജീവനക്കാരെയും പറഞ്ഞുവിടേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ബജറ്റ് നിർദ്ദേശത്തിനെതിരെ അപ്പീൽ കൊടുക്കാനായി നാസ അടക്കം തീരുമാനിച്ചിരിക്കുന്നു. അതിനുള്ള അവസരം കൂടിയുണ്ട്. ഇനി ഈ തീരുവ യുദ്ധവുമായി മുന്നോട്ട് പോകുമ്പോൾ
90 ദിവസത്തെ ഒരു ഇളവ് കിട്ടിയതിലുള്ള ആശ്വാസം ഇന്ത്യക്കുണ്ടെങ്കിൽ പോലും ഇനി മുന്നോട്ട് എങ്ങനെയെന്നുള്ള ആശങ്ക തന്നെയാണ് പങ്കുവെക്കുന്നത്. അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറാകുന്ന രാജ്യങ്ങളെ പോലും ട്രംപ് പരിഹസിക്കുന്ന ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ എങ്ങനെയാണ് ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുക? ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെ തിടുക്കപ്പെട്ടുള്ള ചർച്ചകളിൽ പങ്കെടുത്തൊരു തീരുമാനമെടുക്കുന്ന ശൈലിയും പിന്തുടരാറില്ല. എത്രയും വേഗം വ്യാപാര ചർച്ച പൂർത്തീകരിച്ച് കരാർ യാഥാർത്ഥ്യമാക്കി മുന്നോട്ട് പോവുകയാണ് കേന്ദ്രത്തിൻ്റെ ലക്ഷ്യം. തീരുവ ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ചർച്ചയിൽ ഇന്ത്യ കാര്യമായ വിട്ടുവീഴ്ചകൾ നടത്തേണ്ടി വന്നേക്കാം. അമേരിക്കയുടെ സമ്മർദ്ദത്തിൽ ഇന്ത്യ വീണു പോകരുതെന്നാണ് വിദഗ്ധർ പറയുന്ന മുന്നറിയിപ്പ്. ഈ വർഷം അവസാനം കരാർ യാഥാർത്ഥ്യമാകുമോ എന്ന സംശയം പോലും പറയാൻ കഴിയത്തില്ല എന്നാണ് പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. കൃഷി, ഓട്ടോമൊബൈൽ, ഫാർമ രംഗങ്ങൾക്കൊക്കെ തന്നെ വലിയ വെല്ലുവിളിയായി ഇത് മാറിയേക്കും. അതുകൊണ്ട് തന്നെ വ്യാപാര കരാറിൽ ഏർപ്പെടുത്തുന്നത് ഒഴിവാക്കണമെന്നാണ് ഗവേഷണ സ്ഥാപനം ഇതിനോടകം തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന മുന്നറിയിപ്പ്. തീരുമാനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്ന അമേരിക്കയെ ഉഭയകക്ഷി ചർച്ചകളിൽ ഇനി എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 26% തീരുവ ഉടൻ നടപ്പിലാക്കില്ലെങ്കിൽ പോലും 10% അധിക തീരുവ നിലവിൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ഇതിന് പിന്നിൽ കാണുന്നത് എന്താണ്? 90 ദിവസം കൊണ്ട് എന്തായിരിക്കും ട്രംപ് ലക്ഷ്യമിടുന്നത്? 90 ദിവസത്തിന് ശേഷം എന്ത് സംഭവിക്കും? എല്ലാ രാജ്യങ്ങളെയും ഭയപ്പെടുത്തി തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തുക എന്നുള്ള നയമാണോ ട്രംപ് സ്വീകരിക്കുന്നത്? ആരൊക്കെയായിരിക്കും ഇതിൽ എതിർക്കുക? ആരൊക്കെയായിരിക്കും ഇതിനെ അംഗീകരിക്കുക? ഇത് മനസ്സിലാക്കാൻ മുൻകൂട്ടി കാണാനുള്ള ഒരു പരീക്ഷണമായിരുന്നോ ട്രംപ് നടത്തിയത്? അങ്ങനെയുള്ള പലവിധ സംശയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എന്തായിരുന്നാലും ഈ തീരുവയുമായി ബന്ധപ്പെട്ട യുദ്ധം അത് മുന്നോട്ട് പോവുകയാണ്. ചൈനയെ ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് അമേരിക്കയ്ക്ക് ഇതിന് പിന്നിലുള്ളത്. ചൈനയ്ക്ക് പകരം മറ്റൊരു മാർക്കറ്റ് കണ്ടുപിടിക്കാനോ മറ്റൊരു മേഖല കണ്ടെത്താനോ ഒരിക്കലും അമേരിക്കയ്ക്ക് സാധിക്കില്ല. ഇന്ത്യക്കാകട്ടെ ഒരു ഭാഗത്ത് അത് ഗുണമാകുമെന്ന് വിലയിരുത്തുന്നുമുണ്ട്. അവിടുത്തെ പല കമ്പനികളും താരതമ്യേന കുറഞ്ഞ വിലയിൽ ഇന്ത്യയിലേക്ക് ഫാക്ടറികൾ മാറ്റി സ്ഥാപിക്കുമെന്നാണ് ഇതിലൂടെ തന്നെ കരുതുന്നത്. ഒപ്പം തന്നെ ഇന്ത്യക്ക് ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൽ വലിയ വിലക്കുറവ് പ്രതീക്ഷിക്കാനായി സാധിക്കുമെന്നുള്ളതും മറ്റൊരു വശം തന്നെയാണ്. എന്തായിരുന്നാലും എന്ത് സംഭവിക്കുമെന്നുള്ളത് പ്രവചനാതീതമാണ്. അതേക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അമേരിക്കയിലെ 6000-ലധികം അനധികൃത കുടിയേറ്റക്കാരെ മരിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് ട്രംപ് ഭരണകൂടം. ഇവരെ നിർബന്ധിതമായി നാടുകടത്തുമെന്നും അമേരിക്ക അറിയിച്ചു. കുടിയേറ്റക്കാർക്ക് ജോ ബൈഡൻ സർക്കാരിൻ്റെ കാലത്തെ പദ്ധതികൾ അനുസരിച്ച് അമേരിക്കയിലേക്ക് പ്രവേശിക്കാനും താൽക്കാലികമായി താമസിക്കാനുമുള്ള അനുവാദമുണ്ടായിരുന്നു. എന്നാൽ ഇവരെ മരിച്ചവരായി കണക്കാക്കുന്ന കടുത്ത നടപടിയാണ് ഇപ്പോൾ ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. കുടിയേറ്റക്കാരുടെ സാമൂഹ്യ സുരക്ഷാ നമ്പറുകൾ റദ്ദാക്കി അവരെ ജോലി ചെയ്യാൻ അനുവദിക്കില്ല എന്നടക്കം ട്രംപ് ഭരണകൂടം കടുത്ത നിലപാട് സ്വീകരിക്കുന്നു. ഇവർക്ക് മറ്റ് ആനുകൂല്യങ്ങളൊന്നും തന്നെ കിട്ടാത്ത രീതിയിൽ സാഹചര്യമൊരുക്കുന്നു. ഈ കുടിയേറ്റക്കാരെ സ്വയം നാടുകടത്താനും സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോകാനും പ്രോത്സാഹിപ്പിക്കുന്നുവെന്നാണ് അമേരിക്കൻ സർക്കാർ പറയുന്നത്. സാമൂഹ്യ സുരക്ഷാ നമ്പറുകൾ ഇല്ലാതാക്കുന്നത് വഴി ട്രംപ് ഭരണകൂടം പല സാമ്പത്തിക സേവനങ്ങളിൽ നിന്നും ഇവരെ ഒഴിവാക്കി ബാങ്കുകളോ മറ്റ് അടിസ്ഥാന സേവനങ്ങളോ ഉപയോഗിക്കുന്നതിൽ നിന്നും വിലക്കുകയും ചെയ്തിട്ടുണ്ട്.